Hello friends, welcome to our channel Civil On. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോയിൽ മെക്കാനിക്സ് അഥവാ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ഫോർമുലാസ് ആണ്. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ സോയിൽ മെക്കാനിക്സ് പഠിക്കുമ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നാണ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതിൽ ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ് വോയിഡ് റേഷ്യോ. അപ്പോൾ വോയിഡ് റേഷ്യോൻ്റെ ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വോയിഡ് റേഷ്യോ ഈ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. വോയിഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് വാട്ടർ എന്നുള്ളതാണ് ഫോർമുല. അതായത് ഈ ഒരു വി ബൈ വി ഡബ്ല്യു എന്നാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഈ ഫോർമുല തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ എത്ര റേഞ്ച് വരുന്നുള്ളത് നമ്മളൊരു വാല്യൂ ഉണ്ട്, അതായത് ഒരു റേഞ്ച് ഉണ്ട്. ഓക്കെ, ആ റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ ഇൻഫൈനൈറ്റ് വരെയാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അതായത് 0 ഇൻക്ലൂഡഡ് അല്ല, 0.001 ഒക്കെ വരാം. അത് മുതൽ ഇൻഫൈനിറ്റി എത്ര പോസിറ്റീവ് വാല്യൂ വേണമെങ്കിലും വരാം. ഓക്കെ, അതാണ് വോയിഡ് റേഷ്യോൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അതിൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന ഒന്നാണ് എന്ത്, പൊറോസിറ്റി. എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. പൊറോസിറ്റി നമ്മൾ എന്ന് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം എന്നുള്ളതാണ് ഫോർമുല. അതിൻ്റെ റേഞ്ച് നമ്മൾ അറിഞ്ഞിരിക്കുക. 0 മുതൽ 100% വരെയാണ് പോറോസിറ്റിയുടെ വാല്യൂ. 0 100 ഇൻക്ലൂഡ് അല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പേഴ്സണൽ ഇൻക്ലൂഡ് പറയുമ്പോഴാണ് 100 എന്നുള്ള വാല്യൂ പറയുന്നത്. 100% അല്ല, നമ്മൾ ഡെസിമലിൽ പറയുകയാണെങ്കിൽ 0 to 1 എന്നുള്ളത് അതിൻ്റെ റേഞ്ച് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ നമ്മൾ ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്തൊരു ഫോർമുല എപ്പോഴും കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ n ഈസ് ഈക്വൽ ടു E by 1 + E എന്നാണ് ഇതിൻ്റെ റിലേഷൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഞാൻ ഈ രീതിയിലാണ് പഠിച്ചു വയ്ക്കാനായിട്ട് നിങ്ങൾ പറയുന്നത്. കാരണം പോസിറ്റീവ് വാല്യൂസ് ആണ്, കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ n ഈസ് ഈക്വൽ ടു E by 1 + E എന്നും പഠിക്കാം. അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക SR വെച്ചിട്ടാണ്. SR ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ്. ഒരു വോളിയം ഓഫ് വോയിഡ്സിൽ എത്രത്തോളം വാട്ടർ ഉണ്ടെന്നുള്ളതാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു റേഞ്ച് നമ്മൾ ഇതുപോലെ തന്നെ പഠിക്കണം. 0 മുതൽ 100 വരെയാണ് റേഞ്ച്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, 0 100 ഇൻക്ലൂഡ് ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു SR ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100% എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് എയർ കണ്ടന്റ്. ഓക്കെ, എയർ കണ്ടന്റ് ആണ് അടുത്ത ഒരു ഫോർമുല പഠിക്കുന്നത്. എയർ കണ്ടന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക യൂഷ്വലി സ്മോൾ AC വെച്ചിട്ടാണ്. AC ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് എയർ ഇൻ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ്. ഓക്കെ, വോളിയം ഓഫ് എയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാര്യം കൂടി പഠിക്കാം, പെർസെൻറ്റേജ് എയർ വോയിഡ്സ്. ഓക്കെ, പെർസെൻറ്റേജ് എയർ വോയിഡ്സ് വിച്ച് ഈസ് നമ്മൾ ETA വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അതിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു VA ഡിവൈഡഡ് ബൈ V ടോട്ടൽ വോളിയമാണ്. ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇവിടെ VV ആയിരുന്നെങ്കിൽ ഇവിടെ V ആയിട്ട് മാറി. ഇനി നമുക്ക് പെർസെൻറ്റേജ് എയർ വോയിഡ്സും എയർ കണ്ടന്റും തമ്മിൽ ഒരു റിലേഷൻ നമുക്ക് വേണമെങ്കിൽ എഴുതാനായിട്ട് സാധിക്കും. അതൊരു അടുത്ത ഒരു ഇക്വേഷനായിട്ട് പറയാം. ദാറ്റ് ഈസ് 5th ഇക്വേഷനായിട്ട് പറയുന്നതാണ് അതിന് തമ്മിലുള്ള റിലേഷൻ. അതായത് നമുക്ക് ഇവിടെ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കി. ഓക്കെ, ഇതിൽ AZയും ETA കമ്പയർ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ സെയിം തന്നെയാണ്. ഇതിൽ വ്യത്യാസം വന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, VVയും ഇവിടെ VU ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സ് പ്ലസ് വോളിയം ഓഫ് സോയിഡ്സ് ആണ്. സോളിഡും വോയിഡ്സും ചേർന്നതാണ് ടോട്ടൽ വോളിയം. അപ്പോൾ ഇവിടെ നമുക്ക് വോളിയം ഓഫ് വോയിഡ്സും ഇവിടെ ടോട്ടൽ വോളിയം ആണ്. ഒബ്വിയസ്ലി വോളിയം ആണ് എന്തായാലും വലിയ വാല്യൂ എന്ന് പറയുന്നത് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ഡിനോമിനേറ്റർ വലുതായിട്ടുണ്ടെങ്കിൽ ഈ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ചെറുതായിരിക്കും. അപ്പോൾ ഏതായിരിക്കും എപ്പോഴും വലുത്, AC എന്നുള്ളതായിരിക്കും ETA വലുത്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അതിന് നമുക്ക് ഇത് തമ്മിലൊരു റിലേഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. ലൈക്ക് വോയിഡ് റേഷ്യോ പൊറോസിറ്റി കണ്ടുപിടിച്ച പോലെ ഇവിടെ ഒരു റിലേഷൻ കണ്ടുപിടിക്കാം. അതായത് നമ്മൾ റിലേഷൻ പറയുന്നത് ETA ഡിവൈഡഡ് ബൈ AC എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ റിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻസ് രണ്ടും അറിയാം. നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈറ്റയുടെ ഇക്വേഷനാണ് VA ഡിവൈഡഡ് ബൈ V ഓൾ ഡിവൈഡഡ് ബൈ VA ഡിവൈഡഡ് ബൈ VV. സോ VA cancelled which is equal to VV divided by V. വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചു, വിച്ച് ഈസ് ഈക്വൽ ടു പൊറോസിറ്റി അല്ലേ. പൊറോസിറ്റിയുടെ ഇക്വേഷനാണ് ഈക്വൽ ടു N. ഓക്കെ, അപ്പോൾ നമുക്ക് റിലേഷൻ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. എന്താണ്, ETA ഡിവൈഡഡ് ബൈ AC ഈസ് ഈക്വൽ ടു N എന്നുള്ളതാണ് ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്തെടുത്തു അല്ലേ. ഇനി നമുക്കൊരു അടുത്തൊരു റിലേഷനും കൂടി നമ്മൾ അടുത്ത ഇക്വേഷനായിട്ട് പഠിക്കുന്നുണ്ട്. 6th one, ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് സാച്ചുറേഷനും
എയർ കണ്ടന്റ് നമ്മൾക്ക് ഒരു റിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നത് SR + AC എന്നുള്ളത് വെച്ചിട്ടാണ്. അതിനോട് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ പോലെ വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ് എന്നുള്ളതാണ്. പ്ലസ് എയർ കണ്ടന്റ് എന്ന് പറയുന്നത് VA/VV തന്നെയാണ്. സോ ഇതിന് നമുക്കറിയാം ഡിനോമിനേറ്റർ രണ്ടും സെയിം തന്നെയാണ്. സോ നമുക്ക് ന്യൂമറേറ്റർ സിമ്പിളായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രാക്ഷൻ അഡീഷൻ പോസിബിൾ ആവും. സോ VW + VA/V all divided by VV ആണ്. സോ ഇതിൽ വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് വോയിഡ്സ്, അതായത് ഒരു വോയിഡിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? എയറും വാട്ടറും ചേർന്നതല്ലേ വോയിഡ്. അപ്പോൾ VA + VW എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം? വോളിയം ഓഫ് വോയിഡ്സ് ആണ്. നമുക്കറിയാവുന്ന ഒരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ H = VV എന്ന് തന്നെ എഴുതാം അല്ലേ. അപ്പോൾ ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വന്നു? VV. ഇത് രണ്ടും കൂടി ക്യാൻസൽ ആയി പോയാൽ എത്ര കിട്ടി? 1 കിട്ടി. സോ നമുക്ക് അടുത്ത റിലേഷൻ സിംപ്ലി ഓർത്ത് വയ്ക്കാം. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ പ്ലസ് എയർ കണ്ടന്റ് = 1 എന്നുള്ളതാണ് അടുത്തൊരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടീസിൽ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കാനുള്ള. അല്ലാതെ ഇനിയും ഇക്വേഷൻസ് ഉണ്ട്. നമുക്ക് അടുത്ത ഇക്വേഷനിലേക്ക് പോവാം. ഓക്കെ, സോ 7th ഇക്വേഷനായിട്ട് വരുന്നത് നമ്മൾ FM-ലൊക്കെ കൂടുതൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതായിരിക്കും. എന്ത്? സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി G = gamma S by gamma W, that is unit weight of solids divided by unit weight of water. നമ്മൾ ഒരു കാര്യം കൂടി ഇതിനൊപ്പം തന്നെ പഠിച്ചു വയ്ക്കുക. അറ്റ് 27 degrees Celsiusലാണ് ഈ ഒരു വാല്യൂ, ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക യൂഷ്വലി. ഇനി അടുത്തൊന്നാണ് വാട്ടർ കണ്ടന്റ്. ഓക്കെ, വാട്ടർ കണ്ടന്റ് W = weight of water divided by weight of solids into 100. പേഴ്സണലാണ് എക്സ്പ്രസ് ചെയ്യുക യൂഷ്വലി. അതായത് സോളിഡ്സിൽ എത്രത്തോളം വാട്ടർ ഉണ്ടെന്നുള്ളതാണ് വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ് ആണ് അടുത്ത ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇക്വേഷൻ. W = SE/G എന്ന് പറഞ്ഞാൽ അതായത് ഡിഗ്രി ഓഫ് സാച്ചുറേഷനും സ്പെസിഫിക് ഗ്രാവിറ്റിയും വോയിഡ് റേഷ്യോ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. ഞാനിത് ഈ രീതിക്ക് പഠിച്ചു വയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചിലർക്ക് പലരും പല രീതിയിലാണ് ഇക്വേഷൻ പഠിച്ചു വയ്ക്കുന്നത്. എന്നാലും ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. W = SE/G എന്നുള്ളതാണ് ഇക്വേഷൻ. ദെൻ നമുക്ക് അടുത്തൊരു ഇക്വേഷനാണ്. ഇനി കുറച്ച് ഡെൻസിറ്റിയുടെ ഇക്വേഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, അതൊക്കെ ഒരുവിധം സിമിലർ ആയിട്ടുള്ള, അതല്ലെങ്കിൽ നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്ന പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ആദ്യത്തെയാണ് നമ്മൾ 10 എന്ന് പറഞ്ഞിട്ട് ഇക്വേഷനായിട്ട് ഡെൻസിറ്റീൻ്റെ ഇക്വേഷൻസ് ടോട്ടലായിട്ട് പറയാണ്. അതിൽ ഒന്നാമത്തെയാണ് ഏത്? ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രൈ ഡെൻസിറ്റി ഗാമ ഡി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഗാമ ഡി = G × gamma W by 1 + E. ഇക്വേഷൻ അതുപോലെ തന്നെ അങ്ങനെ പഠിക്കണം. G × gamma W by 1 + E എന്നുള്ളതാണ് ഡ്രൈ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. അതിൽ നമുക്ക് അടുത്ത ഡെൻസിറ്റിയാണ് ഏത്? ഗാമ സാറ്റ്, ദാറ്റ് ഈസ് സാച്ചുറേറ്റഡ് ഡ്രൈ ഡെൻസിറ്റി. ഇതിൽ നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ തറവായിട്ട് പഠിച്ചത് ബാക്കിയുള്ള ഇക്വേഷനൊക്കെ ഇത്തിരി എളുപ്പത്തിൽ എഴുതാൻ പറ്റും. അതായത് ഇതിൻ്റെ കൂടെ ജിയുടെ കൂടെ ഒരു ഇയും കൂടി ഇതിൽ ആഡ് ചെയ്ത് വന്നു. G + E × gamma W divided by 1 + E എന്നുള്ളതാണ് ഫോർമുല വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഫോർമുല എന്ന് പറയുന്നത് സബ്മേർജ്ഡ് ഡെൻസിറ്റിയുടെ ഫോർമുലയാണ്. ഓക്കെ, സബ്മേർജ്ഡ് ഡെൻസിറ്റിയുടെ ഫോർമുലയാണ്. ഗാമ സബ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഗാമ ഡാഷ് എന്ന് എഴുതാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഗാമ സബ്മേർജ്ഡ് = ഗാമ സാച്ചുറേറ്റഡ് ഡ്രൈ ഡെൻസിറ്റി - ഗാമ W. ഇതാണ് ഇക്വേഷൻ. അതായത് സാച്ചുറേറ്റഡ് ഡെൻസിറ്റി നമ്മൾ വാട്ടർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ കുറച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഇക്വേഷന് ഗാമ W കുറച്ച് നമുക്ക് കിട്ടും. അപ്പോൾ ആ കുറച്ച് നമുക്ക് ഡിറൈവ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ. ഓക്കെ, പലപ്പോഴും ഈ ഒരു ഇക്വേഷനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സബ്മേർജ്ഡ് ഡ്രൈ ഡെൻസിറ്റിയുടെ G - 1 × gamma W by 1 + E. ഓക്കെ, ഇക്വേഷൻ ഇതുപോലെ തന്നെ പഠിക്കണമെന്നില്ല, നമുക്ക് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാം. പക്ഷേ ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് ഇങ്ങനെ പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. അടുത്തതാണ് നാലാമത്തെ ബൾക്ക് ഡെൻസിറ്റി. അതാണ് നമ്മൾ ജസ്റ്റ് ഗാമ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഇക്വേഷൻ വരുന്നത് G + ഈ ഇക്വേഷൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഇവിടെ S വരും. ഓക്കെ, G + SE. ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഗാമ W divided by 1 + E എന്നുള്ളതാണ് ബൾക്ക് ഡെൻസിറ്റിയുടെ ഫോർമുല വരുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഈ
ഡ്രൈ ഡെൻസിറ്റിയും ബൾക്ക് ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് ഗാമ ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഗാമ ഡി എന്ന് പറയുന്നത് ഗാമ, അതായത് ബൾക്ക് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ 1+W, 1+ വാട്ടർ കണ്ടന്റ് എന്നുള്ളതാണ്. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ യൂഷ്വലി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുന്നതാണ്. യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. എന്ത് വെയിറ്റ് ബൈ വോളിയം ആണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് വെയിറ്റ് ആണ് ഉദ്ദേശിച്ചത്, വെയിറ്റ് ബൈ വോളിയം ആണ്. അത് തന്നെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. ഗാമ ഇസ് ഈക്വൽ ടു ഡെൻസിറ്റീനെ കണക്ട് ചെയ്തുകൊണ്ട് എഴുതുകയാണെങ്കിൽ ഗാമ ഇസ് ഈക്വൽ ടു റോ ജി. ഓക്കെ, ഇതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് Nm/m³ ആണെന്ന് അറിയാവുന്നത്. അതൊക്കെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്, അതായത് നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയതായിട്ട് വരാൻ വാല്യൂ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ആണ് എപ്പോഴും വലുതായിട്ട് വരാം. പിന്നെ നമുക്ക് വരുന്ന വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ബൾക്ക് ഡെൻസിറ്റിയുടെ ബൾക്ക് യൂണിറ്റ് വെയിറ്റിൻ്റെ വാല്യൂ ആണ്. പിന്നെ വരാം ഡ്രൈ യൂണിറ്റ് വെയിറ്റ്, ദെൻ ഏറ്റവും അവസാനമാണ് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ്. ഈ ഒരു ഓർഡർ എന്തായാലും മനസ്സിലാക്കി വെക്കാൻ പലപ്പോഴും തെറ്റാൻ ആൻസറുള്ള ഒരു ഇതാണ്. ഗാമ സാച്ചുറേറ്റഡ്, ദെൻ ഓൺലി ഗാമ ബൾക്ക്, ദെൻ ഓൺലി ഗാമ ഡ്രൈ, ആൻഡ് ഏറ്റവും ലീസ്റ്റ് ആണ് ഗാമ സബ്മേർജ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. അടുത്ത് നമ്മൾ പോകുന്നത് കുറച്ച് പ്ലാസ്റ്റിസിറ്റി, അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ഇൻഡെക്സ്, ആ ഒരു ഭാഗത്തേക്കാണ് ടെബോക്സ് ലിമിറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് അതിനെ പഠിക്കാനുള്ള അതിന് മുന്നായിട്ട് നമുക്കൊരു ഫോർമുല ഉണ്ട്. ഓക്കെ, അത് വിട്ടുപോയി. അതായത് റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഫോർമുലയാണ് ID എന്ന് പറയും. റിലേറ്റീവ് ഡെൻസിറ്റി ID ഈസ് ഈക്വൽ ടു എന്താണ് നമുക്ക് ഫോർമുല? മാക്സിമം വോയിഡ് റേഷ്യോ മൈനസ് വോയിഡ് റേഷ്യോ ഡിവൈഡഡ് ബൈ മാക്സിമം വോയിഡ് റേഷ്യോ മൈനസ് മിനിമം വോയിഡ് റേഷ്യോ. ഇതിനെ തന്നെ നമുക്ക് വേറെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. 1/γ D, അതായത് ഗാമ ഡി വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതായത് യൂണിറ്റ് ഡ്രൈ യൂണിറ്റ് വെയിറ്റിന് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഗാമ ഡി ഞാനൊക്കെ അതിനെ ഗാമ ഡി എന്ന് എഴുതട്ടെ കേട്ടോ. 1/γ D വെച്ചിട്ടാണ് എഴുതുന്നത് കേട്ടോ. 1/γ D ഏതാണെന്ന് ഞാൻ പറയാം. ഓക്കെ, ഗാമ ഡി ഇതിൽ നമ്മൾ ഈ ഒരു ഫോർമുല പഠിച്ചിട്ട് നമുക്കിതിൽ മാക്സിമം വരുന്ന സ്ഥലത്ത് ഇവിടെ മിനിമം കൊടുത്താൽ മതി. ഓക്കെ, പഠിച്ചാൽ മതി. മിനിമം വരുന്നിടത്ത് മാക്സിമം കൊടുക്കാം. ഒന്നും ഈ ഒരു അടിയിൽ സഫിക്സ് ഇല്ലാത്തടത്ത് അതുപോലെ തന്നെ ഇടാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് മാക്സിമം വന്ന സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാം? മിനിമം എന്ന് എഴുതാം. ഇവിടെ മാക്സിമം ആണ് വന്നിരുന്നത്, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? മിനിമം തന്നെ എഴുതാം. ഇവിടെ മിനിമം ആയിരുന്നു, അതിവിടെ മാക്സിമം ആയിട്ട് എഴുതാം. മറ്റേത് അതുപോലെ തന്നെ ലെഫ്റ്റ് ചെയ്യാം. ഇതാണ് എന്തിൻ്റെ ഫോർമുല? റിലേറ്റീവ് ഡെൻസിറ്റിൻ്റെ ഫോർമുല. ഓക്കെ, റിലേറ്റീവ് അല്ലെങ്കിൽ റിലേറ്റീവ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് കുറച്ച് സോയിലിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്ന യൂണിഫോമിറ്റി കോയിഫിഷ്യൻ്റ്, അതുപോലെ തന്നെ കോയിഫിഷ്യൻ്റ് ഓഫ് കർവേച്ചറിനെ കുറിച്ചാണ്. CU ആണ് യൂണിഫോമിറ്റി കോയിഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. CU is equal to D60/D10. ഓക്കെ, അതായത് D16 D10 നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് 16 mm സൈസുള്ള പാർട്ടിക്കിൾ, ഒരു D60 mm D10 mm സൈസ് ഓഫ് പാർട്ടിക്കിൾസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. D10 എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് സൈസ് ഓഫ് ദി പാർട്ടിക്കിൾ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് CC കോയിഫിഷ്യൻ്റ് ഓഫ് കർവേച്ചറും നമുക്ക് ഇതുപോലെ തന്നെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, കോയിഫിഷ്യൻ്റ് ഓഫ് കർവേച്ചർ CC is equal to എന്താണ്? D30² ഡിവൈഡഡ് ബൈ D60 ഇൻറ്റു D10 എന്നുള്ളതാണ് ഇക്വേഷൻ തന്നെ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഒരു ഇതിലായിട്ട് തന്നെ റിലേറ്റ് ചെയ്തിട്ട് സ്റ്റോക്സ് ലോൻ്റെ ഇക്വേഷൻ കൂടി പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് VT. ഓക്കെ, സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത് VT is equal to Γs minus Γw ഇൻറ്റു D² ഡിവൈഡഡ് ബൈ 18μ. ഓക്കെ, 18μ. Γs എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം യൂണിറ്റ് വെയിറ്റ് ഓഫ് സോൾട്സ് മൈനസ് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്. ഓക്കെ, D² ഡിവൈഡ് ബൈ 18μ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാവുന്നത് 0.2 mm മുതൽ 0.0002 mm വരെയുള്ള പാർട്ടിക്കിൾസിനാണ് ഇത് മെയിൻലി അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ ഇക്വേഷൻ തന്നെ, അതായത് VT എന്നുള്ള ഇക്വേഷൻ തന്നെ നമുക്ക് ടെർമിനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ തന്നെ നമുക്ക് എളുപ്പത്തിൽ, അതായത് ഒരു എംപിരിക്കൽ ഫോർമുല വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന ഒരു ഇക്വേഷനാണ് 900D². ഈ ഇക്വേഷൻ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു വാല്യൂയിലേക്ക് എത്താം എന്നുള്ളതാണ് ഒരു കാര്യം.
പിന്നെ ഈ മ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ എന്താണ്, കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ് കേട്ടോ, കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പാർട്ട് 1 ഇക്വേഷനിൽ പറയുന്നത്. ഇനിയും ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, നമ്മളിത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അടുത്ത പാർട്ടിൽ നമ്മൾ ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ അടുത്ത പാർട്ടിലായിരിക്കും പറയാം. എഫക്റ്റീവ് സ്ട്രെസ് കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.